कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे വടക്കോട്ട് പുഴയൊഴുകുന്ന ദേശം. ഏത് പുഴ വടക്കോട്ടൊഴുകുന്നുവോ അത് ഗംഗയാണ് എന്നാണ് ഭാരതത്തിൻ്റെ സങ്കല്പം. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നാം ഇരിക്കുന്നത് ഗംഗയുടെ തീരത്താണ്. ഈ ഗംഗയ്ക്ക് ഈ ദേശത്തിലെ പേര് വാവലി എന്നാണ്. വാവലിപ്പുഴ. വാവലിപ്പുഴ എന്നത് ശരിക്കും ഒരു ഗ്രാമ്യനാമമാണ്, ഗ്രാമത്തിൽ ഉപയോഗിക്കുന്ന നാമം. ഇതിൻ്റെ യഥാർത്ഥ സംസ്കൃത നാമം എന്തായിരിക്കും? വാങ്മയി എന്ന് തന്നെയാണ്. വാങ്മയി പുഴ. വാങ്മയി പുഴയുടെ തീരത്ത് നാം ഇരിക്കുകയാണ്. ഗംഗയ്ക്ക് സമമാണ് ഈ പുഴ എന്ന് പറയുമ്പോൾ വാരണാസിയിൽ, അതായത് കാശിയിൽ ഗംഗ വടക്കോട്ടാണ് ഒഴുകുന്നത്. വടക്കോട്ട് ഏത് പുഴ ഒഴുകുന്നുവോ അത് യാഗഭൂമിയാക്കുവാൻ ഉചിതമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമി, കൊട്ടിയൂരിൻ്റെ ദേശം, യാഗഭൂമിയായി മാറുന്നത്. ഇവിടെ ഇതാ ഒരു പുഴ വടക്കോട്ടൊഴുകുകയാണ്. വടക്കോട്ടൊഴുകുന്ന പുഴയുടെ തീരത്ത് നിന്നാണ് ഇന്ന് നമ്മുടെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. അമ്മയുടെ വാക്കുകൾക്കൊപ്പം ആദ്യം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. ആചാരത്തിന്റെ അടിത്തറ പ്രേമമാകണം. വെറുതെ ചടങ്ങിന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിൽ അർത്ഥമില്ല. എന്ത് ചെയ്യുന്നതും വിനയത്തോടും ഭക്തിയോടും ശുദ്ധിസങ്കല്പത്തോടും കൂടിയായിരിക്കണം. അച്ചടക്കമുണ്ടാകണമെങ്കിൽ വിനയവും കീഴ്വഴക്കവും വേണം. അമ്മയുടെ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി, രാമായണ വിചാരവുമായി
പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. കൊട്ടിയൂരിൻ്റെ മറ്റൊരു പേര് ദക്ഷിണ കാശി എന്നാണ്. കാശിക്ക് സമമാണ് ഈ ദേശം എന്നതുകൊണ്ടാണ് ദക്ഷിണ കാശി എന്ന നാമം ഉണ്ടായതുപോലും. ദക്ഷിണ കാശി എന്ന ഈ നാമം കൊട്ടിയൂരിന് കിട്ടിയിട്ട് കഷ്ടിച്ചൊരു 100 വർഷമേ ആവുകയുള്ളൂ. ഏതാണ്ട് 1912 പ്രസിദ്ധീകരിച്ച ഒരു പഴയ പുസ്തകമുണ്ട്, ദക്ഷിണ കാശി മഹാത്മ്യം എന്ന്. ആ പുസ്തകത്തിൽ ദക്ഷിണ കാശി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അന്ന് മുതൽ തന്നെ കൊട്ടിയൂരിനെ ദക്ഷിണ കാശി എന്ന് വിശേഷിപ്പിച്ചിരുന്നെന്ന് മനസ്സിലാക്കാം. അതായത് ഇന്നേക്കും ഏതാണ്ട് 105 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു നാമം ഈ ദേശത്തിനുണ്ടായിരുന്നു. അപ്പോൾ ദക്ഷിണ കാശിയുടെ മഹാത്മ്യമാണ് നാം പറയുകയും അറിയുകയും ചെയ്യുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ്. എന്നാൽ ഈ ദിവസം നമുക്ക് ധന്യമീകരണത്തിലേക്ക് കടന്നിട്ട് മടങ്ങി വരാം കൊട്ടിയൂർ കാഴ്ചകളിലേക്ക്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കാലം മുതൽക്കേ അനവധി വിശ്വാസങ്ങൾ ഉണ്ട്. ഇത് ഭാരതത്തിൽ എവിടെ ചെന്നിരുന്നാലും അവിടുത്തെ ഗ്രാമീണർക്ക്, നഗരത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ അവരുടേതായിട്ട് ചില വിശ്വാസവും ആചാരവും ഉണ്ട്. സാധാരണഗതിയിൽ ചിന്തിച്ചാൽ ഇതിനർത്ഥമില്ല എന്ന് തോന്നും. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ എല്ലാ റിസർച്ചും നടത്തുന്നത് ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ടല്ലോ, ഇതിൽ വല്ല മീനിങ് ഉണ്ടോ? ഒടുവിൽ വളരെ കാലത്തിന് ശേഷം ഇതിൻ്റെ മീനിങ് കണ്ടെത്തുമ്പോൾ അതിനെ നമ്മൾ ശാസ്ത്രീയമെന്ന് വിളിക്കുന്നു എന്നുള്ളത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പൊതു സത്യമാണ്. പക്ഷെ ആദ്യം കേൾക്കുമ്പോൾ ഇതിലൊരർത്ഥവുമില്ല എന്ന് തോന്നും. അന്തമാൻ ദ്വീപ് പോയാൽ, വിദേശത്ത് പോയാൽ, ഓരോ സ്ഥലത്ത് പോയിരുന്നാലും ഇതേമാതിരിയുള്ള ധാരണകൾ ഉണ്ട്. ഒരസുഖം വന്നാൽ ഒരു ജീവിക്ക് ആഹാരം കൊടുക്കൂ. ചിലർ പറയാറുണ്ട്, നിങ്ങൾ ഇന്ന പുണ്യകർമ്മം ചെയ്യും. വേനൽക്കാലത്ത് ജീവജാലങ്ങൾ വെള്ളം കിട്ടാതെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്ത് പുറത്ത് എവിടെയെങ്കിലും ഒരു തൊട്ടിയിൽ കുറച്ച് വെള്ളം നിറച്ച് വയ്ക്കും, പക്ഷികൾക്ക് കുടിക്കാമല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ആ പക്ഷികൾക്ക് കൊടുത്താൽ എന്താണ് നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്? അനുഗ്രഹമായിട്ട് മാറുന്നത് കൊണ്ടാണല്ലോ ഇത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് പലരും ചെയ്ത് വരുന്നത്. അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന, ഒന്നും തിന്നാനില്ലാത്ത ഒരു പട്ടി. നമ്മളുടെ ജീവജാലങ്ങളിലെ ഒന്നും അവർക്ക് റേഷൻ കാർഡില്ല, ആഹാരം എത്തിക്കാനുള്ള വ്യവസ്ഥ ഇല്ല, കുടിക്കാൻ വെള്ളമുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല. മനുഷ്യന് ഇതൊക്കെ അന്വേഷിക്കാൻ ആളുകളുണ്ട്. അപ്പോൾ അന്നം കിട്ടണേ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു ജീവി, ആ ജീവിക്ക് കുറച്ച് ചോറ് കൊടുക്കുക. അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്ക് ആഹാരം കൊടുക്കുക. ആഹാരം കൊടുത്താൽ രോഗം മാറുമെന്നൊരു വിചാരം ഉണ്ട്. നമുക്ക് ക്ഷേമം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, തൽക്കാലം സൂക്കേടുകൾ മാറും, ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നിൽക്കും എന്നൊരു വിചാരം ഭാരതത്തിൽ പലയിടത്തും ഉണ്ട്. കേരളത്തിലുണ്ട്, എൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള പട്ടാമ്പിയിലുണ്ട്, ഇപ്പം താമസിക്കുന്ന മാങ്കാവിൽ ചുറ്റുവട്ടത്തവർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ചോദ്യം,
അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നായയ്ക്ക് കുറച്ച് ആഹാരം കൊടുത്താൽ രോഗം മാറി ഐശ്വര്യം കിട്ടുമെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജൊന്നും വേണ്ടല്ലോ, ഇത്തരം ആശുപത്രിയും മരുന്നും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. നായയ്ക്ക് ആഹാരം കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞില്ലേ? ഈ പറയുന്ന ആളും ഒരു രോഗം വരുമ്പോൾ ഡോക്ടറെ കാണാൻ പോണെന്തിനാ? നായയെ വിളിച്ചിട്ട് ആഹാരം കൊടുത്താൽ പോരെ? ഇതിൻ്റെ പിറകിൽ ഒരു സത്യം ഉണ്ട്. ആ സത്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നായ എന്ന് മാത്രമല്ല, കിളികൾക്ക് വെള്ളം കൊടുത്താൽ മതി, ഏത് ജീവജാലത്തിനും ആഹാരം കൊടുത്താൽ മതി. പക്ഷേ നായ പ്രതിനിധാനം ചെയ്യുന്നത് നിർഗുണ പരബ്രഹ്മത്തെയാണ്. നായ എന്ന് പറഞ്ഞാൽ വളരെ മോശമായുള്ളൊരു ജീവിയല്ല. ചങ്ങലയിൽ കെട്ടിടാത്ത നായയാണെങ്കിൽ 48 മണിക്കൂർ മുമ്പ് സ്വാഭാവിക മരണമാണെങ്കിൽ ആ നായയ്ക്ക് മനസ്സിലാവും. ബാക്കി ജീവജാലങ്ങൾക്ക് മനസ്സിലാവും, ഓരോന്നിനും ഓരോ കണക്കുണ്ട്. ആനയ്ക്ക് 6 ദിവസം മുമ്പേ മനസ്സിലാവും. ഇതുകൊണ്ടാണ് മഹാപ്രസ്ഥാന സമയത്ത് ധർമ്മപുത്രർ പോകുമ്പോൾ ഒപ്പം ഒരു നായ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സഗുണ പരബ്രഹ്മത്തോടൊപ്പം നിർഗുണ പരബ്രഹ്മവും ഉണ്ട്. നിർഗുണ പരബ്രഹ്മം ഉണ്ടെങ്കിലേ സഗുണ പരബ്രഹ്മം ഉള്ളൂ. നായയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉത്തരം, എല്ലാ ശക്തിവിശേഷവും നമ്മളിൽ ഉണ്ട്. നാം ഓരോരുത്തരും പരബ്രഹ്മമാണ്. ദൈവത്തിനുള്ള സിദ്ധികൾ മനുഷ്യനുമുണ്ട്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മളെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം പഞ്ചഭൂതങ്ങൾക്കുള്ള ഗുണം നമ്മളിൽ ഉണ്ടാവണമല്ലോ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ആകർഷിക്കുന്നവനെന്നാണ്. നമ്മുടെ ചുറ്റും ഒരു ശക്തിവിശേഷം ചുറ്റുന്നുണ്ട്. അത് ആകർഷിക്കുന്ന ശക്തിയാണ്. ആകർഷിക്കാനുള്ള ശക്തിവിശേഷം നമ്മളിലും ഉണ്ട്. പക്ഷെ ഈ ശക്തിവിശേഷം വേണ്ടുന്നത്ര വികസിക്കാതിരിക്കാനുള്ള കാരണം, ഞാൻ വിചാരിച്ചിരിക്കണു ഞാൻ PR നാഥനാണ്. കുറച്ച് ഈശ്വരനെ എടുത്തിട്ട് ആ ഈശ്വരനിൽ ഈഗോ ചേർത്താൽ മനുഷ്യനായി. മനുഷ്യനിൽ നിന്ന് ഈ ഈഗോ അങ്ങോട്ട് പോയാൽ മനുഷ്യന് സിദ്ധി വരും. ഇപ്പം സിദ്ധി ഇല്ലാത്തത് ഞാൻ ഗോപാലൻകുട്ടിയാണ്, ശങ്കരൻകുട്ടിയാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ആരാ നിങ്ങൾക്കറിയോ? ഈഗോ ചേർന്നു. ഹനുമാന് ഈ ഈഗോ ഇല്ലാതെ ആയപ്പോൾ ഐശ്വര്യ സിദ്ധികൾ ഉണ്ടായ കാര്യം നമുക്ക് അറിയാം. ഹനുമാൻ ഈ സിദ്ധിയൊക്കെ കാണിച്ചത് കുറേ പഠിച്ചിട്ടോ അറിവുണ്ടായിട്ടോ ഒന്നുമല്ല, ഈഗോ ഇല്ലാത്ത അവസ്ഥയാണ് ഹനുമാൻ. പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും നമുക്ക് ഈഗോ വരും. എങ്ങനെ വന്നാലും ജയിലിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികാരം വരും, തണുപ്പിൽ ഈഗോ വരും, ചൂടിൽ വരും. നായയ്ക്ക് ആഹാരം കൊടുത്ത് ആ സാധു ജീവി ആഹാരം കഴിച്ച് അങ്ങോട്ട് പോയി 2 അടി നടന്ന് വിനയപൂർവം ഒന്ന് തിരിഞ്ഞു നോക്കും, ഞാൻ ഒന്നും അല്ലാട്ടോ. ആ സമയത്ത് അതിലൂടെ വരുന്ന പ്രകാശരശ്മികൾ കോസ്മിക് പവറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് മേലെ വേദന പോയി എന്ന്. ഇതുപോലെ നമ്മളുടെ പാദം ഒരാൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഈഗോ ഇല്ലാതെയായിട്ട് മാറുന്ന സമയത്ത് ഈ ശക്തിവിശേഷം നമ്മളെ ബാധിക്കുന്നു. ഈശ്വര ശക്തിയിൽ ഈഗോ ചേർക്കുമ്പോൾ മനുഷ്യനും ജീവജാലം കൂടെയായി. ആ ഈശ്വര ശക്തിയിൽ ഈഗോ ചേർന്ന ഈഗോനെ മാറ്റുമ്പോൾ ഇവിടെ ഈശ്വരശക്തി വരുന്നു. ഇതാണ് മഹാന്മാരായ ആളുകൾ. അവർ തലോടുമ്പോൾ വേദന മാറുന്ന അനുഭവമുണ്ട്. റെക്കി, അൽഫ മൈൻഡ് പവർ, ഇതൊക്കെ പഠിച്ചു വരികയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ശക്തിവിശേഷത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ വെറുതെ ഒരു നായക്കോ ഒരു കിളിക്കോ ആഹാരം കൊടുക്കുമ്പോൾ അത് യാതൊരു ഈഗോ ഇല്ലാതെ ഞാൻ ഒന്നുമല്ലാട്ടോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന രശ്മികൾ വളരെ ശക്തമത്താണ്. ഏതെങ്കിലും കാലത്ത് ഇത് ഇനി ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ വിശ്വാസം കൊണ്ട് യാതൊരു അബദ്ധവും ഇതേവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.
പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്ര ദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. ദക്ഷിണ കാശി എന്ന കൊട്ടിയൂരിന് ആ നാമം വരുവാൻ കാരണം വടക്കോട്ട് പുഴയൊഴുകുന്ന യാഗഭൂമിയാണ് എന്നതുകൊണ്ട് മാത്രമല്ല, കാശി വിശ്വനാഥ തുല്യമായ ഭാവത്തിൽ ഇവിടെ മഹാദേവൻ ധ്യാനനിരതനായിരിക്കുന്നു എന്നതുകൂടി കൊണ്ടാണ്. ശക്തമായ ദക്ഷിണാമൂർത്തി ഭാവം, ഗുരുഭാവം എല്ലാം ഒത്തുചേരുന്നുണ്ട് കൊട്ടിയൂരിൽ. അതുകൊണ്ട് തന്നെ കൊട്ടിയൂർ മഹാത്മ്യത്തെ അറിയുക എന്നത് വലിയ പുണ്യവുമാണ്. കൊട്ടിയൂരിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ദേശത്തെ അറിഞ്ഞുകൊണ്ട് നാം കൊട്ടിയൂരേക്ക് എത്തിയിരിക്കുകയാണ്. കൊട്ടിയൂരിൻ്റെ മഹാത്മ്യത്തെ വീണ്ടും വീണ്ടും പറയുവാനുള്ള അവസരമായി ഈ ദിവസത്തെ നാം മാറ്റിയെടുക്കുകയുമാണ്. പക്ഷേ ഈ ഭൂമിയിൽ ദക്ഷിണ കാശിയിൽ നിൽക്കുമ്പോൾ, വടക്കോട്ട് പുഴയൊഴുകുമ്പോൾ അത് ഗംഗയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ന് വാരണാസിയെ ഒന്ന് ഓർക്കുവാൻ, വാരണാസിയെക്കുറിച്ച്, വാരണാസിയുടെ ഓരോ ദർശന സൗഭാഗ്യങ്ങളെയും വീണ്ടും വീണ്ടും ഓർത്തെടുക്കുവാനുള്ള ഒരു അവസരമായി കൂടി ഈ ദിവസത്തെ കരുതണം. ദക്ഷിണ കാശിയുടെ മഹാത്മ്യം പൂർണ്ണമാകണമെങ്കിൽ യഥാർത്ഥ കാശിയെ ഒന്ന് പരാമർശിച്ച് ഒന്ന് കണ്ടു പോകണമല്ലോ. കൊട്ടിയൂർ കാശിക്ക് സമമാണ് എന്ന് നാം പറഞ്ഞു. കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ കേരള ഭൂമിയിലേക്ക് വാരണാസി എന്ന് പറയുന്നത് ശൈവഭക്തരുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനാ കേന്ദ്രമാണ്. എന്നാൽ കേരളത്തിലെ ആരാധനാ സമ്പ്രദായങ്ങൾ നോക്കുമ്പോൾ കൊട്ടിയൂർ ശൈവാരാധനയുടെ ഏറ്റവും വ്യത്യസ്തമായ മുഖവുമായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ വ്യത്യസ്തമായ ഭാവത്തോടു കൂടി നിൽക്കുന്നൊരു ക്ഷേത്രമുണ്ട്. ശൈവ ആരാധനയ്ക്ക് എല്ലാ ഭക്തരും എത്തുന്ന തിരുസന്നിധി, അത് നിസ്സംശയം നമുക്ക് പറയാം വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയാണ്. വടക്കുന്നാഥൻ്റെ ക്ഷേത്ര കാഴ്ചകൾ, ഗംഭീരമായ ക്ഷേത്ര കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാനാവുക. കൊട്ടിയൂരിലൊരു ക്ഷേത്രം നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം ഒരു മഹാക്ഷേത്രം എത്രയോ കിലോമീറ്റർ നീണ്ടു കിടക്കുന്നത്, ഏതാണ്ട് ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിൽ ചുറ്റമ്പലം വരുന്ന ഒരു ക്ഷേത്രമേ കൊട്ടിയൂരിൽ നിർമ്മിക്കാനാകുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് അത്ര ഇതിങ്ങനെ വനമായി തന്നെ വിട്ടിരിക്കുന്നത്. ഏതായാലും വടക്കുന്നാഥനുമായി കൊട്ടിയൂരിനെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു വിശ്വാസമുണ്ട്. അതൊരു ഐതിഹ്യ കഥ പോലെ കാലാകാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കൊട്ടിയൂർ മഹാത്മ്യം അറിയുവാൻ വന്നിരിക്കുന്ന ദിവസം നാം തീർച്ചയായും ആ ഒരു വിശ്വാസം കൂടി പറയണം. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറ എന്ന് പറയുന്നത് ചെന്ന് നിൽക്കുന്ന എല്ലാവർക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങൾക്കും എപ്പോഴും ഒരു ഊർജത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഭക്തിയുടെ ഉണർവിൻ്റെയും ഒക്കെ നിമിഷങ്ങളാണ്. എത്ര കണ്ടാലും മതിയാവാത്ത, വീണ്ടും 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 അവിടെ തന്നെ നിൽക്കണമെന്ന് തോന്നുന്ന ഒരു അനുഭവം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ വൈഷ്ണവനായാലും ശരി, ശൈവനായാലും ശരി, അല്ലെങ്കിൽ ശക്തേയ സമ്പ്രദായങ്ങളിൽ വിശ്വസിക്കുന്നതായാലും ശരി, ആരായാലും ശരി, പ്രാർത്ഥനയുടെ യഥാർത്ഥ ശക്തിയിലേക്ക് അറിയാതെ അങ്ങ് ലയിച്ചു പോവും. അമ്മാരക്കൽ തറയും ഒക്കെ അതിൻ്റെ ഒരു വിശേഷമായ ഭാവത്തിലാണ് അവിടെ നിൽക്കുക. കാലങ്ങൾക്ക് മുൻപ്, അതായത് ഏത് കാലത്തെന്ന് പറയാൻ പറ്റില്ല, വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ നിന്ന്, തൃശ്ശിവപ്പേരൂരിൽ നിന്ന് വടക്കുന്നാഥൻ്റെ ഭക്തനായ ഒരാൾ ഭാഗവത പാരായണം നടത്തുകയും ചെയ്യുന്ന, അതായത് വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ കൂടി വിശ്വസിച്ചിരുന്ന ഒരാൾ ഒരിക്കൽ തീർത്ഥയാത്ര നടത്തി കൊട്ടിയൂരിലേക്കെത്തി. അദ്ദേഹം തന്നെ ഭാഗവതവും കയ്യിൽ കരുതിയിരുന്നു. ഭാഗവത പാരായണം ചെയ്ത് സ്വയം മറന്നു പോവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു.
ഈ ഭാഗവതവും സ്വന്തം ഭാഗവതം അദ്ദേഹത്തിന് ഹൃദയത്തെ പോലെ പരിശുദ്ധമാക്കി വെക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോളം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തോളം തന്നെ പ്രാധാന്യത്തോടു കൂടി അതിനെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് ഭാഗവതം എന്ന് ചുരുക്കം. ആ ഭാഗവതം കൊണ്ട് ബ്രാഹ്മണൻ നേരെ കൊട്ടിയൂർക്ക് വന്നു. കൊട്ടിയൂർക്ക് വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു പ്രാർത്ഥന മണിത്തറയിലേക്ക് നോക്കിയിരുന്നു. അവിടുത്തെ ആ വിശ്വാസങ്ങളെ അറിഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഭാഗവത പാരായണം ചെയ്യാൻ തുടങ്ങി. ഭാഗവത പാരായണം ചെയ്ത് ഇദ്ദേഹം സ്വയം മറന്ന് സപ്താഹം തന്നെ നടത്തി. സപ്താഹം എന്ന് പറയുന്നത് 7 ദിവസം കൊണ്ട് അതിനെ പൂർത്തിയാക്കുന്നതിനാണല്ലോ. ആ 7 ദിവസം അതിൻ്റെ വിദ്യാമണ്ണം അദ്ദേഹം പൂർത്തിയാക്കി. പക്ഷേ വീണ്ടും വായിക്കണമെന്ന് തോന്നി. വീണ്ടും വായിച്ചു, വീണ്ടും വായിച്ചു, വീണ്ടും വായിച്ചു. അങ്ങനെ 4 തവണ 4 സപ്താഹങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി. 4 സപ്താഹങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ 28 ദിവസം വൈശാഖോത്സവം പൂർണ്ണവുമായി. അദ്ദേഹം അതൊന്നും അറിഞ്ഞില്ല. ശരിക്കും വൈശാഖോത്സവം തുടങ്ങുന്നതെന്ന് അവിടെ എത്തി. ഇത് ഭാഗവതം പാരായണം ചെയ്ത് വൈശാഖോത്സവം തീരുന്നു. പാരായണം പൂർത്തിയാക്കി അദ്ദേഹം ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് എല്ലാം കഴിഞ്ഞ് തൃക്കലശാട്ട് നടക്കുന്ന, അതായത് കൊട്ടിയൂരിലെ ഉത്സവം പൂർണ്ണമായി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ധൃതി പിടിച്ച് എല്ലാവരോടുമൊപ്പം പുറത്തേക്കിറങ്ങി അദ്ദേഹം നേരെ വന്ന് ഇക്കരെ കൊട്ടിയൂർ വന്നു. ഇക്കരെ കൊട്ടിയൂർ തിരുനടയിൽ പ്രാർത്ഥിച്ചു, തൊഴുതു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് കാൽനടയായി പോവുകയും ചെയ്തു. പോയി മണത്തണ വരെ എത്തി. മണത്തണ വരെ എത്തിയപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗവതം എടുക്കാൻ മറന്നിരിക്കുന്നു. അത് മണിത്തറയിൽ അടുത്ത് എവിടെയോ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എവിടെയാണെന്ന് ഓർമ്മയുമില്ല. പക്ഷേ അത് അക്കരെ കൊട്ടിയൂരാണെന്ന് ഉറപ്പാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗവതം ഉപേക്ഷിച്ച് പോകാൻ മടിയുള്ളത് കൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ മണത്തണ വരെ എത്തി അദ്ദേഹം തിരിച്ചു നടന്ന് ഇക്കരെ കൊട്ടിയൂരെത്തി. ഇക്കരെ കൊട്ടിയൂർ അപ്പോഴേക്കും ഏതാണ്ട് വിജനമായി കഴിഞ്ഞിരുന്നു. എന്നാലും ഇക്കരെ കൊട്ടിയൂർ കയറി പ്രാർത്ഥിച്ച് വേറൊന്നും ആലോചിക്കാതെ നേരെ അക്കരെ കൊട്ടിയൂരിലേക്ക് പോയി. അവിടേക്ക് പോകാൻ പാടില്ല എന്നുള്ള കാര്യം പോലും അദ്ദേഹം മറന്നുപോയി. നേരെ അക്കരെ കൊട്ടിയൂരിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഏറ്റവും സുന്ദരനായ, അതീവ സുന്ദരനായ, പ്രകാശം പരക്കുന്ന മുഖത്തോടുകൂടി തേജസ്സുറ്റ ഒരു യുവാവ് മണിത്തറയിലിരിക്കുന്നു. ആ മണിത്തറയിൽ യുവാവിൻ്റെ നെഞ്ചോട് ചേർന്ന് അതിസുന്ദരിയായ ഒരു യുവതി ഇരിക്കുന്നു. ഈ യുവതി നെഞ്ചോട് ചേർന്നിരിക്കുന്നു എങ്കിലും യുവാവ് ഭാഗവതം വായിച്ചു കൊടുക്കുകയാണ് എന്ന് കാണുന്നു. ഏറ്റവും മനോഹരമായ ദൃശ്യമാണ്. മഹാദേവനെയും ശ്രീപാർവതിയെയുമാണ് അദ്ദേഹം കണ്ടത്. ആ ബ്രാഹ്മണന് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ സ്വയം മറന്ന് ആ ഭാഗവത പാരായണത്തിൽ ലയിച്ചങ്ങനെ ഇരുന്നു പോയി. ഭാഗവത പാരായണം മുഴുവനും പൂർത്തിയാക്കി. അദ്ദേഹം അതങ്ങനെ സ്വയം ലയിച്ച് കണ്ടുകൊണ്ടിരിക്കുക. മഹാദേവനും ശ്രീപാർവതിയും ഒരുമിച്ച് ഭാഗവതം പാരായണം ചെയ്യുന്നതാണ് അദ്ദേഹം കേൾക്കുന്നതെന്ന് മനസ്സിലാക്കണം. സ്വയം മറന്ന് അവിടെ ഇരുന്നു. അങ്ങനെ അങ്ങ് കുറേ നേരം, അല്ലെങ്കിൽ ആ ഭാഗവത പാരായണം മുഴുവൻ തീരുന്നത് വരെ, എത്ര നാളുകളെന്നറിയാതെ അദ്ദേഹം അവിടെ ഇരുന്നു. പാരായണം മുഴുവനും തീർന്നു കഴിഞ്ഞപ്പോൾ ഭവ്യതയോടുകൂടി അടുത്ത് ചെന്ന് എൻ്റെ ആ ഭാഗവതം മടക്കിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാദേവൻ മറുപടി പറഞ്ഞു, ഇല്ല, ഇവിടെ വെച്ച് തരില്ല, നേരെ തൃശ്ശിവപേരൂരിലേക്ക് പൊക്കോളൂ, വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഈ പുസ്തകം തിരിച്ചു കിട്ടുമെന്ന്. അത് കേട്ട മാത്രയിൽ തന്നെ ബ്രാഹ്മണൻ തിരിച്ചിറങ്ങി ഈ മണിത്തറ കഴിഞ്ഞ് ഈ അക്കരെ കൊട്ടിയൂർ കടന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച, ഒരു കൂട്ടം ജനങ്ങൾ അക്കരെ കൊട്ടിയൂരിലേക്ക് വരുന്നു. ഉത്സവം കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് ആളുകൾ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അടുത്ത വൈശാഖോത്സവം ഇന്ന് തുടങ്ങുകയല്ലേ, നെയ്യാട്ടത്തിന് ഞങ്ങൾ പോവുകയാണ് എന്നാണ് ആ ഭക്തർ പറഞ്ഞത്. അതായത് ഭഗവാന്റെ ഭാഗവത പാരായണം കേട്ട് 1 വർഷക്കാലം ഈ ഭക്തൻ അവിടെ ഇരുന്നു. അദ്ദേഹം അത് അറിഞ്ഞില്ല. ഒരു വൈശാഖോത്സവം തീരുന്ന ദിവസം മുതൽ അടുത്ത വൈശാഖോത്സവം തുടങ്ങുന്ന ദിവസം വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കാര്യം അദ്ദേഹം തന്നെ മറന്നുപോയി. എന്തൊരു ഭക്തിഭാവമാണത്. പറയുമ്പോൾ തന്നെ ആകെ എന്താണ് മനസ്സിൻ്റെ സന്തോഷം, ഭക്തിയുടെ ഭാവങ്ങൾ, വിശ്വാസങ്ങൾ, മണിത്തറയിലെ തണുപ്പ്, ഗംഗയിലെ തണുപ്പ് ഒക്കെ മനസ്സിലേക്ക് വരികയാണ്. അത്രയ്ക്കൊരു ഭക്തിഭാവമാണ് ഈ കഥയിൽ. അങ്ങനെ അദ്ദേഹം തിരിച്ച് വന്ന് നേരെ തൃശ്ശൂർപേരൂരിലേക്ക് പോയി. വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിൽ ചെന്ന് 2 കൈകളും കൂപ്പി പ്രാർത്ഥിച്ചു നിന്നപ്പോൾ ആ തിരുസന്നിധിയിൽ നിന്ന് ഭാഗവതം തിരിച്ചു കിട്ടുകയും ഉണ്ടായി. കൊട്ടിയൂരപ്പനും വടക്കുന്നാഥനും കാശിയിലെ വിശ്വനാഥനും കൈലാസത്തിലെ മഹാദേവനും എല്ലാവരും ഒന്നു തന്നെയല്ലേ.